യൂറോ കപ്പിൽ ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഉക്രൈനും ഓസ്ട്രിയയ്ക്കും ജയം. ഗ്രൂപ്പ് ബിയിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഉക്രൈൻ സ്ലോവാക്കിയയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷം ഉക്രൈൻ തിരിച്ചുവരികയായിരുന്നു. 17-ാം മിനിറ്റിൽ ഒരു ഹെഡറിലൂടെ ഇവാൻ സ്റ്റാൻസ് സ്ലോവാക്കിയയ്ക്ക് ലീഡ് നൽകി. ആദ്യ പകുതി ഈ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 54-ാം മിനിറ്റിൽ സിൻചെങ്കോയുടെ അസിസ്റ്റിൽ ഷർപ്പറെങ്കോ ഉക്രൈന് സമനില നൽകി. മത്സരം പുരോഗമിക്കവേ 80-ാം മിനിറ്റിൽ ഷർപ്പറെങ്കോ നൽകിയ പന്ത് ഗംഭീരമായൊരു ഫസ്റ്റ് ടച്ചിലൂടെ റോമൻ യാംചുക് വരുതിയിലാക്കി. രണ്ടാം ടച്ചിലൂടെ പന്ത് വലയിലെത്തിച്ച് ഉക്രൈന് ലീഡ് നൽകി വിജയമുറപ്പാക്കി. ഉക്രൈൻ വിജയിച്ചതോടെ ഗ്രൂപ്പ് ബി സമവാക്യങ്ങൾ ആവേശാന്ത്യത്തിലേക്കായി. ഈ വിജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ 3 ടീമുകൾക്കും 3 പോയിന്റ് വീതമായി. ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരം തോറ്റ ബെൽജിയം നാളെ റൊമാനിയയെ പരാജയപ്പെടുത്തിയാൽ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 3 പോയിന്റാകും. ഇതോടെ അവസാന ഗ്രൂപ്പ് പോരാട്ടം എല്ലാ ടീമുകൾക്കും നിർണായകമാവും. ഗ്രൂപ്പ് ഡിയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രിയ പോളണ്ടിനെ തകർത്തു. 1-3 ഗോളുകൾക്കാണ് ഓസ്ട്രിയയുടെ വിജയം. ആദ്യ മത്സരത്തിൽ ഫ്രാൻസിനെ വിറപ്പിച്ച ഓസ്ട്രിയ അർഹിച്ച വിജയം ഇന്ന് സ്വന്തമാക്കി. 2 മത്സരങ്ങളും തോറ്റ പോളണ്ട് യൂറോ കപ്പിൽ നിന്ന് പുറത്തായി. മത്സരത്തിന് 9-ാം മിനിറ്റിൽ ഒരു ഹെഡറിലൂടെ ട്രോണർ ഓസ്ട്രിയയ്ക്ക് ലീഡ് നൽകി. 30-ാം മിനിറ്റിൽ പിയറ്റ്കിലൂടെ പോളണ്ട് സമനില നേടി. രണ്ടാം പകുതിയിൽ തുടർ ആക്രമണങ്ങൾ നടത്തിയ ഓസ്ട്രിയ 66-ാം മിനിറ്റിൽ ബോംഗ്രാറ്റ്നറിലൂടെ ലീഡ് തിരിച്ചു പിടിച്ചു. 78-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ നായകൻ അർണോട്ടോവിച്ച് ഓസ്ട്രിയയുടെ 3-ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. ഈ ജയത്തോടെ ഓസ്ട്രിയയുടെ നോക്കൌട്ട് പ്രതീക്ഷ സജീവമായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.